ഇപ്പോൾ തോന്നുന്നത് ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ആദ്യം ഒരു പാരൻറ്റിങ് കോച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളൊക്കെ വളർന്നത് എങ്ങനെയായിരുന്നു? അമ്മ ശകാരിച്ചിട്ടുണ്ട്, അച്ഛൻ ചിലപ്പോൾ അടിച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്താൽ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം, ഇതുകൊണ്ട് നമുക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം കുറഞ്ഞോ? ഇന്നും പ്രയാസം വന്നാൽ ആദ്യം ഓർക്കുന്നത് അവരെയല്ലേ? ഇത് പറഞ്ഞത് കുട്ടികളെ അടിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കാനല്ല. അനാവശ്യമായ ശാരീരിക ശിക്ഷയും ക്രൂരതയും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ തോന്നും, ഇങ്ങനെ പറഞ്ഞാൽ കുട്ടിക്ക് ട്രോമ, അങ്ങനെ നോക്കിയാൽ മാനസിക മുറിവ്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. അവസാനം മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് പോലും പേടിക്കുന്ന അവസ്ഥ. ചോദ്യം ഇതാണ്, പാരൻറ്റിങ് ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക ഉത്തരവാദിത്തമാണോ അതോ പുതിയൊരു മാർക്കറ്റായി മാറിയ ഉൽപ്പന്നമാണോ? ഇന്ന് ഓരോ ചെറിയ കാര്യത്തിനും ക്ലാസ്, കോഴ്സ്, വർക്ക്ഷോപ്പ്, കോച്ചിങ്. ഭയം സൃഷ്ടിച്ചാൽ പരിഹാരം വിൽക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ചിലർ ഓരോ മാതാപിതാവിനെയും ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ അറിയില്ല. പക്ഷേ നൂറ്റാണ്ടുകളായി കുടുംബങ്ങൾ കുട്ടികളെ വളർത്തിയിട്ടുണ്ട്. അതിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് നല്ല മാറ്റങ്ങൾ സ്വീകരിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ മാതാപിതാക്കളുടെ ആത്മവിശ്വാസം തകർക്കേണ്ട കാര്യമുണ്ട്. സ്നേഹവും അച്ചടക്കവും ഒരുമിച്ച് പോകാം. കുട്ടിയെ കേൾക്കുകയും അതിരുകൾ പഠിപ്പിക്കുകയും ഒരുമിച്ച് ചെയ്യാം. എല്ലാ പ്രശ്നത്തിനും ഒരു കോച്ചിങ് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. ചിലപ്പോൾ ഒരു കുഞ്ഞിന് ഏറ്റവും വലിയ പാരൻറ്റിങ് ടെക്നിക്ക് എന്നത് സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന അമ്മയും ഉത്തരവാദിത്തത്തോടെ വഴികാട്ടുന്ന അച്ഛനും തന്നെയായിരിക്കും. പാരൻറ്റിങ് മെച്ചപ്പെടുത്താൻ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഓരോ മാതാപിതാവിനെയും നിങ്ങൾക്കറിയില്ല എന്ന ഭയത്തിൽ ജീവിപ്പിച്ച് കോച്ചിങ് വിൽക്കുന്നത് ശരിയായ സമീപനമാണോ? ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയമായിരിക്കുന്നു.